ക്കെതിരെ വീണ്ടും നടപടി. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ 67.03 കോടിയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. തിരുവനന്തപുരത്തെ SDPI ഭൂമി, പന്തളത്തെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ്, വയനാട്ടിലെ ഇസ്ലാമിക് സെന്റർ ട്രസ്റ്റ്, ആലുവയിലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ്, പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കളാണ് ED കണ്ടുകെട്ടിയത്. ബിനാമി പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയത്. ആയുധ പരിശീലനം അടക്കം ഈ സ്ഥലങ്ങളിൽ വെച്ച് നടത്തിയിരുന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. മനു ഭരത് നൽകും ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. മനു, അങ്ങനെ PFIക്കെതിരെ വീണ്ടും നടപടിയുമായി ED രംഗത്തെത്തിയിരിക്കുന്നു. 67 കോടിയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കണ്ടുകെട്ടിയത്. ED നടപടി കടുപ്പിച്ചിരിക്കുന്നു അല്ലേ? ഭവ്യ, 8 സ്ഥാവര വസ്തുക്കളാണ് ED കണ്ടുകെട്ടിയിട്ടുള്ളത്. 67.3 കോടി ഇപ്പോൾ കണ്ടുകെട്ടുമ്പോൾ നേരത്തെ ഇതേ സമാനമായ രീതിയിൽ 61.98 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. അങ്ങനെ മൊത്തം പരിശോധിക്കുകയാണെങ്കിൽ 129 കോടി രൂപയുടെ സ്ഥാവര വസ്തുക്കളാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. ഇതിൽ ED ചില കാര്യങ്ങൾ കൂടി ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് SDIക്ക് ആവശ്യമായ ധനസഹായം നൽകിയത് PFI ആണ്. ആളുകളെ ഏകോപിപ്പിക്കുന്നതിലും പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിലും നേതാക്കളെ കണ്ടെത്തുന്നതിലും തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലും ദൈനംദിന പ്രവർത്തനങ്ങളിലും അങ്ങനെ എല്ലാം SDPIക്ക് സഹായം നൽകിയിരുന്നത് PFI ആണ്. PFIയിലൂടെയുള്ള പണം SDPIക്ക് ബാങ്ക് അക്കൗണ്ട് വഴി അല്ലാത്ത രീതിയിൽ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ PFI ആകട്ടെ നേരത്തെ സിമിയും NDFുമായൊക്കെ അടുത്ത ആളുകളുടെ തന്നെ മറ്റൊരു രീതിയിലുള്ളൊരു സംഘടനയാണ്. ഇത് പ്രധാനമായും രാജ്യത്തൊരു ഇസ്ലാമിക് രാജ്യം അല്ലെങ്കിൽ ഇസ്ലാമിക് ഭരണകൂടം സൃഷ്ടിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു നീക്കമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിനുവേണ്ടി വിദേശത്തു നിന്ന് പണം ഉൾപ്പെടെ വാങ്ങുന്നു. അങ്ങനെ 131 കോടി രൂപയുടെ സാമ്പത്തിക സഹായം വിദേശത്ത് നിന്ന് ഈ PFI വിഭാഗത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ. 7 ജില്ലകളിലായാണ് ഈ 8 സ്ഥാവര വസ്തുക്കൾ ഉള്ളത്. ഇത് പലതും പല ട്രസ്റ്റുകളുടെ പേരിലും അതുപോലെ വ്യക്തികളുടെ പേരിലുമൊക്കെയാണ് ഇങ്ങനെ പണം വാങ്ങി സൂക്ഷിക്കുന്നത്. പക്ഷേ ഇതിനൊരു കൃത്യമായ ധനകാര്യ മാനേജ്മെൻറ്റ് ഈ സംഘടന നടത്തുന്നു എന്ന് ED വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത് പ്രധാനമായും അതിൻ്റെ കൃത്യമായ ഓഡിറ്റിംഗ് ഒക്കെ നടത്തി അവരതിൻ്റെ കണക്കുകളൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പരസ്യമായുള്ള ഒരു വിക്രയമല്ല, മറിച്ച് അത് വളരെ രഹസ്യമായി ഈ പണം കൈമാറ്റം ചെയ്യുന്നു. പലരുടെയും ഡയറികളിൽ നിന്ന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 28ഓളം നേതാക്കളെ ED ഈ കേസുമായി ബന്ധപ്പെടുത്തി അറസ്റ്റ് ചെയ്തിരുന്നു. അവരിൽ നിന്ന് പല നിർണായക വിവരങ്ങളും ലഭിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ദേശീയ പ്രസിഡന്റ് SDPIയുടെ MK ഫൈസി ഉൾപ്പെടെയുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ പണം പ്രധാനമായും ഉപയോഗിച്ചത് ആളുകൾക്ക് പരിശീലനം നൽകുക, പ്രത്യേകിച്ച് ആയുധ പരിശീലനം നൽകുക, രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഒരു ഐക്യവും തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അതിനുവേണ്ടി ആളുകൾക്ക് പരിശീലനം നൽകുക, ഒപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് ഒക്കെയുള്ള പണം നൽകുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമായി ഉണ്ടായിരുന്നത്. അതിനുവേണ്ടിയാണ് ഇന്ന് വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ED വ്യക്തമാക്കുന്നു. അങ്ങനെ വലിയ ചില രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ചില നിർണായക കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടാണ് കൂടിയാണ് ഇന്നത്തെ ഈ പത്രക്കുറിപ്പ് വഴി പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും 129 കോടി രൂപയുടെ മൊത്തം സ്വത്തുവകകൾ ഇതുവരെ കണ്ടുകെട്ടിയിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നു. ഇപ്പോൾ 8 വസ്തുക്കളാണ്. നേരത്തെ 9 വസ്തുക്കൾ ഒരു പ്രൊവിൻഷ്യൽ അറ്റാച്ച്മെൻറ്റ് ഓർഡർ വഴി കണ്ടുകെട്ടിയിരുന്നു. അങ്ങനെ ശക്തമായ നടപടി PFIക്കെതിരെ ED നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് ഇതുവഴി നൽകുന്നത്. മനു, ഇവിടെ ഇപ്പോൾ ഇതാ 8ഓളം കേന്ദ്രങ്ങളാണ്, സ്ഥലങ്ങളാണ് കണ്ടുകിട്ടിയെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിൽ 67 കോടിയുടെ സ്വത്തുവകകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ കണ്ടുകെട്ടിയവയ്ക്കെല്ലാം കൃത്യമായ രീതിയിൽ രാജ്യവിരുദ്ധ താല്പര്യത്തിനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നിരുന്നു എന്നാണോ ED വാർത്താക്കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതെ, വളരെ കൃത്യമായിട്ടുള്ള അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ വാർത്താക്കുറിപ്പിലുണ്ട്. അതിൻ്റെ ചില സുപ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. The proceeds were used for the furtherance of criminal conspiracy to carry out violent and terrorist activities in India to achieve the goal of forming an Islamic nation, jeopardizing our secular fabric, disrupting the unity and integrity of our nation. രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കുക, അതുപോലെ ഇവിടുത്തെ ഒരു മതനിരപേക്ഷ
മതസാഹോദര്യത്തിൻ്റെ ഒരു സാഹചര്യത്തെ തകർക്കുക, രാജ്യത്തെ ഇസ്ലാമിക് ഭരണകൂടം സൃഷ്ടിക്കാനായുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അതിനുവേണ്ടി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുക. ഇതിനുവേണ്ടി തന്നെയാണ് ഈ പണം പ്രധാനമായി സമാഹരിച്ചിട്ടുള്ളതെന്നും അതിനുവേണ്ടിയാണ് വിനിയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. ഒപ്പം ഇതിനായി ആളുകളെ പരിശീലിപ്പിക്കുക, പ്രത്യേകിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ആയുധ പരിശീലനം ഉൾപ്പെടെ നൽകുന്ന തരത്തിൽ പ്രവർത്തിക്കുക തുടങ്ങിയ ഇത്തരം കേന്ദ്രങ്ങളിൽ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നു എന്ന് ED വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് സംബന്ധിച്ച് നിരവധി കേസുകളുണ്ട്. ഒപ്പം തന്നെ ഈ മണി ലോണ്ടറിംഗ് ആക്ട് 2002 നിയമപ്രകാരം എടുത്തിട്ടുള്ള ചില നടപടികളെക്കുറിച്ചും ED പറയുന്നുണ്ട്. അപ്പോൾ ഈ പൊതുവേ ഈ SDP-യുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, നയരൂപീകരണം, തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികൾ, അതുപോലെ കേഡർമാരുടെ ഏകോപനം തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം PFIയുടെ സഹായം ലഭിക്കുന്നു എന്നാണ് ED വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ ഇവർക്ക് സിമിയുമായി ബന്ധമുള്ളവരാണ്, മാത്രമല്ല NDF-ഉമായൊക്കെ ബന്ധമുള്ളവരാണ്. അങ്ങനെ കേരളത്തിൽ അടക്കം വിവിധ ഇടങ്ങളിൽ മനഃപൂർവ്വമായി ട്രസ്റ്റുകൾ രൂപീകരിക്കുന്നു. അത് PFIയുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുള്ള സ്വത്തുവകകൾ അതിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ വളരെ ആസൂത്രിതമായ ഒരു സാമ്പത്തിക മാനേജ്മെൻറ്റാണ് ഈ രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ED പുറത്തുവിടുന്നത്. പക്ഷേ ഏതായാലും PFIയും യോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് SDPI ഇത് സംബന്ധിച്ച ഒരു വാർത്താക്കുറിപ്പൊക്കെ പുറത്തുവിട്ടിരുന്നു. അവർ ഇതൊക്കെ ഒരു BJP സർക്കാരിൻ്റെ പകപോക്കൽ നയം എന്ന രീതിയിലാണ് ഇതിനെ വിമർശിക്കുന്നത്. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്.